നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 19, 20 തീയതികളിൽ ഇടവൻ രാശിക്കും ഇടവൻ ലഗ്നത്തിനും, അതായത് കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം, ഇടവൻ രാശിക്കും ഇടവൻ ലഗ്നത്തിനും നല്ല ദിവസങ്ങളാണ് 19, 20 തീയതികളിൽ. ഇതിൻ്റെ ലഗ്നം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ദയവായി ഞാനുമായിട്ട് ബന്ധപ്പെടുക, സംശയം പറഞ്ഞുതരാം. ജ്യോതിഷപരമായ സംശയങ്ങൾ. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവേത് ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, ഇടവൻ രാശി. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ചൊവ്വ മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്, 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും. അപ്പോൾ ചൊവ്വയെ മാത്രമാണ് നമ്മൾ പേടിക്കേണ്ടത്. ബാക്കിയൊക്കെ നിരവധി നേട്ടങ്ങളുണ്ട്, അത് പിന്നെ പറയാം. ആദ്യം പ്രശ്നങ്ങളുള്ളത് ഞാൻ പറയാം. ചൊവ്വ അത് ജന്മത്തിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അത് ദോഷകരമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക, പ്രത്യേകിച്ച് യന്ത്ര സാമഗ്രികൾ എന്ന് പറയുമ്പോൾ കാറ്, മൊബൈല്, അതുപോലെ തന്നെ മറ്റ് TV, ഫ്രിഡ്ജ്, അതുപോലുള്ളതെല്ലാം തന്നെ പ്രശ്നങ്ങളാണ്. കാറൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ജീവിത പങ്കാളിയുമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനുള്ളൊരു ലളിതമായ പരിഹാരമാണ് നമ്മൾ പറയുന്നത്. ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതം എടുക്കുക. അതുപോലെ തന്നെ മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തും എന്ന് പറയുമ്പോൾ പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം, ഇതൊക്കെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വഴിപാട് നടത്തിയില്ലെങ്കിലും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിവതും മന്ത്രജപങ്ങൾ, അതായത് നിരവധി മന്ത്രജപങ്ങളുണ്ട് ദിവസവും. അതെല്ലാം നിങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അതെല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാക്കില്ല. നിരവധി കാര്യങ്ങൾ വേറെയുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർ ദയവായി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ ഓം ഭജത് ഭുവേ നമ എന്ന മുരുകൻ്റെ മൂലമന്ത്രം ചൊല്ലുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശതനാമാവലി, സുബ്രഹ്മണ്യൻ്റെ ശതനാമാവലി, അതുപോലെ തന്നെ സഹസ്രനാമാവലി, അതൊക്കെ ചൊല്ലുന്നത് നന്നായിരിക്കും. പിന്നെ മന്ത്രങ്ങൾ നിരവധിയുണ്ട്, അതെല്ലാം കൂടെ നമുക്ക് ചൊല്ലാമെന്ന് നോക്കത്തില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള പറഞ്ഞു തരാം ഞാൻ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ചൊവ്വ മാത്രമാണ് നമുക്ക് പ്രശ്നമുള്ളത്. ഇനി നേട്ടങ്ങളുടെ ഘോഷയാത്ര എത്രത്തോളമൊക്കെ ഉണ്ടാവും എന്ന് ആദ്യമായിട്ട് പറയട്ടെ. ധനപരമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ജോലിയിൽ നിന്ന് മാത്രം വരുമാനം ഉള്ള ഒരാൾക്ക് എങ്ങനെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും? അതിനും ഉത്തരവുണ്ട്. തൊഴിലിൽ തന്നെ നിങ്ങൾക്ക് ശമ്പളം കൂടാം. കാര്യം സൂര്യൻ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് കർക്കിടക മാസം മുഴുവൻ. അപ്പോൾ സൂര്യൻ കൊണ്ടുവരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? തൊഴിൽ ഭാഗ്യം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഇത് എന്താ പറയുക, നമ്മുടെ പിതൃ സ്വത്ത് ലഭിക്കാം, പിതൃ ഗുണങ്ങൾ, പിതാവിന് ഐശ്വര്യം, അങ്ങനെയൊക്കെയുള്ള സൂര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെന്ന് പറയാം. തൊഴിൽ വകുപ്പ്, പിതാവ് മാത്രമല്ല മാതാവും, ഓക്കെ, ഗുരുജനങ്ങൾ, നിങ്ങളുടെ മേലധികാരി ഉൾപ്പെടെ, പിന്നെ സന്താനങ്ങൾ. ഈ 3 രംഗങ്ങളിലാണ് സൂര്യൻ പ്രധാനമായിട്ടും
നമ്മൾ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. അപ്പോൾ പ്രധാനമായിട്ടും ഈ കർക്കിടക മാസം മുഴുവൻ സൂര്യൻ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഈ ജോലി അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത അത് ഈ കർക്കിടക മാസം മുഴുവനുണ്ട്. ഓക്കെ. അതുപോലെ ജോലിയുള്ളവർക്ക് പുതിയൊരു ജോലി ലഭിക്കാൻ കൂടുതൽ ശമ്പളത്തോടെ, അതല്ലെങ്കിൽ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം വരാം, അതുപോലെ ശമ്പളം വർദ്ധിക്കാം. അത് ഈ കർക്കിടക മാസം മുഴുവനുണ്ട് അതിനുള്ള സാധ്യത. പ്രൊമോഷൻ, ജോലി കയറ്റം, പിന്നെ ഈ നിങ്ങളുടെ മേലധികാരി നിങ്ങളോട് വളരെ പ്രീതികരമായിട്ട് പെരുമാറും, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ നേട്ടം അതൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ പിതാവിന് ഐശ്വര്യം എല്ലാ തരത്തിലുള്ള, അത് മാത്രമല്ല പിതാവിൽ നിന്ന് നേട്ടങ്ങളും നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. ഗുരുജനങ്ങൾ, മേലധികാരി, മാതാവ് ഉൾപ്പെടെ. ഓക്കെ. പിന്നെ സന്താനങ്ങൾ, അത് മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടം അവരിൽ നിന്നുണ്ടാവും. കുട്ടികളാവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബുധനും അനുകൂലമാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവാം, മക്കൾക്ക് നേട്ടം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനി നിൽക്കുന്നു. അപ്പോൾ സർവകാര്യ വിജയം, ഏത് കാര്യത്തിൽ ഇറങ്ങപ്പെട്ടാലും ഒരു വിജയ സാധ്യത നിങ്ങൾക്ക് നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ യന്ത്രസാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ IT മേഖല, കാര്യം കമ്പ്യൂട്ടർ തൊടുന്ന എല്ലാവർക്കും നേട്ടമാണ് ഈ കർക്കിടക മാസം മുഴുവൻ. മാത്രമല്ല ശനി ഏകദേശം ജൂൺ 3 വരെ അനുകൂലമായിട്ട് നിൽക്കും. പിന്നെ 7 ശനി തുടങ്ങും. അതിനു മുമ്പ് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ. 2027 ജൂൺ 3 മറ്റോ ശനി ഒന്ന് മാറുന്നുണ്ട്. പിന്നെ ഒക്ടോബറിലോ മറ്റോ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ. അതൊക്കെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ നല്ല സമയമാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സർവകാര്യ വിജയം, തൊഴിൽപരമായിട്ട് നേട്ടം. കാര്യം ശനിയും സൂര്യനും അനുകൂലമാണ്. ഓക്കെ. അത് തന്നെ ടെക്നിക്കൽ മേഖലയിൽ, അതിപ്പോൾ ടെക്നിക്കലിൽ ഇല്ലാത്ത മേഖലയില്ലല്ലോ. ഇപ്പോൾ മെഡിസിൻ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരുമല്ലോ പല സമയത്തും. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. കാര്യം ശനി അനുകൂലമാണ്, കൂടാതെ സൂര്യനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളുണ്ടാകുന്ന മാസമാണ്. അത് ഈ 19-20 ദിവസങ്ങളിൽ മാത്രമല്ല, ജൂലൈ 19-20 മാത്രമല്ല, കർക്കിടക മാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. കർക്കിടക മാസം മുഴുവൻ സൂര്യനും ശനിയും അനുകൂലമാണ്. ശത്രുഗ്രഹങ്ങളാണ്, അത് രണ്ടും ഏതാണ്ട് വളരെയധികം ശോഭനമായിട്ട് നിൽക്കുകയാണ്. അത് മാത്രമല്ല ശനിയിൽ നിന്ന് 5-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്, അതും നേട്ടമാണ്. ഓക്കെ. അപ്പോൾ ശനിയും സൂര്യനും അനുകൂലം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയുന്നു എന്നും നമുക്ക് വിലയിരുത്താം. ഓക്കെ. പിന്നെ ശുക്രൻ ഇവിടെ അനുകൂലമാണ്. ഓക്കെ. അപ്പോൾ ശുക്രൻ അനുകൂലമാകുമ്പോൾ ധനപരവ്, ഭൗതിക സുഖങ്ങൾ, പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരവ്. അത് ഈ വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമെന്ന് പറയുമ്പോൾ തൊഴിൽ, ഒരു ജോലി മാത്രം, അതിൻ്റെ ശമ്പളം മാത്രം കൊണ്ട് ജീവിക്കുന്ന പരിപാടിയൊന്നും പൊതുവെ ആരും ചെയ്യാറില്ല. അഥവാ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ജോലി മാത്രം, അതിൻ്റെ ശമ്പളം മാത്രം കിട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, വിവിധ സ്രോതസ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കാം. 1-2 ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നു, സമാന്തരമായിട്ട് വേറെയും കാര്യങ്ങൾ ചെയ്യാം.
ഇപ്പോൾ മറ്റൊരു ഷോപ്പ് എടുത്ത് അവിടെ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് നടന്നെന്ന് വരത്തില്ല, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാവുന്ന ജോലികൾ, പാർട്ട് ടൈമായിട്ട് ചെയ്യാവുന്ന ജോലികൾ നിരവധിയുണ്ട്. ഇൻഷുറൻസ് മേഖല തന്നെ, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതിൻ്റെ ഏതൊരു പരീക്ഷ അത് തന്നെ നിങ്ങൾ തന്നെ അതിൻ്റെ ഏജൻ്റ് ആവണമെന്നില്ല. ഒഫീഷ്യലായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പോളിസി പിടിക്കാൻ പറ്റും. അതായത് ഇൻഷുറൻസ് മേഖല അത് നല്ലൊരു സംഭവമാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ടൊന്നുമില്ല, സമയം മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം. ചെറിയ പണിയൊന്നുമല്ല അത്. കാര്യം ലക്ഷങ്ങളും കോടികളും ഒക്കെ മറിയുന്ന ബിസിനസ്സിൻ്റെ ബ്രോക്കറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളല്ല എന്തിന് കോടികൾ വരെ വരുമാനം ഉണ്ടാകുന്ന ഇതാണ്. പിന്നെ തീർച്ചയായിട്ടും മറ്റ് ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ നിരവധിയുണ്ട്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതിൽ വലിയ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അത് മാത്രമല്ല നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു പണിയുണ്ട്, അത് നിങ്ങളത് ചിന്തിക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മാസം ശമ്പളം എത്രയാണ്? 10,000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഒരു 15,000 രൂപ ശമ്പളമാണെങ്കിൽ കണ്ണും അടച്ച് ശമ്പളം കിട്ടുമ്പോൾ ഡയറക്റ്റ് സ്വർണം ചെന്ന് മേടിക്കുക. എത്ര സ്വർണം മേടിക്കുമ്പോൾ ലക്ഷങ്ങൾ വേണമെന്നൊക്കെ നിങ്ങൾ പറയും. 1 ഗ്രാം സ്വർണം മേടിക്കാം, 15,000 രൂപ ഉണ്ട്. 1 ഗ്രാം, ഒരു പവനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീട്ടു ചിലവിന് എന്ത് ചെയ്യണം? ഇത് പണയം വെക്കുക. അത് വാങ്ങിക്കുക, സ്ട്രെയിറ്റ് എന്ന് പണയം വെക്കുക. 15,000 രൂപ സ്വർണം പണയം വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. ആ മാസം 10,000 രൂപയിൽ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ പലിശ അടയ്ക്കുന്നത് 15,000 രൂപയ്ക്ക് 300 രൂപ മാസം പലിശ. ലക്ഷക്കണക്കൊന്നും വരത്തൊന്നുമില്ല. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ 5,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് അടുത്ത മാസം മുതൽ 1,000 2,000 രൂപ വെച്ച് ഇതിൻ്റെ മുതലടയ്ക്കുക. ഓക്കെ, മുതലടയ്ക്കുക. അത് തീരുമ്പോൾ സ്വർണം സ്വന്തമാവും. സ്വർണത്തിന് എന്തായാലും വില കയറിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഒക്കെ കുറഞ്ഞാലും സംഭവം ലോങ് റണ്ണിൽ നേട്ടം ഉറപ്പാണ്. അത് എല്ലാ മാസവും നമുക്ക് ചെയ്യണ്ട. 15,000 രൂപ ശമ്പളമുള്ള ഒരാൾ 10,000 രൂപയ്ക്ക് സ്വർണം മേടിച്ച് 15,000 രൂപയ്ക്ക് സ്വർണം മേടിച്ച് 10,000 രൂപയ്ക്ക് പണയം വെച്ച് അത് ഈ പലിശയ്ക്ക് എടുക്കുന്ന ആ 10,000 രൂപ അടച്ച് തീരുന്നതിന് ശേഷം വീണ്ടും ഈ പരിപാടി തുടങ്ങാം. 10,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ സ്വർണം മേടിക്കുക, പണയം വെക്കുക, അങ്ങനെ ക്യാഷ് ഫ്ലോ ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ആലോചിച്ച് നോക്കാം. ഞാൻ നിർബന്ധിക്കുന്നതൊന്നുമില്ല. പിന്നെ ഈ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവണം നമുക്ക് പല രീതി. ഇതൊക്കെ മാത്രമല്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് അവധി സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. ഓക്കെ. പിന്നെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ പിന്നെ യൂട്യൂബ് നല്ലൊരു മാർഗമാണ്. ഇച്ചിരി ടൈം ചിലവാക്കിയാൽ ഒഴിവ് സമയത്തിൽ നിങ്ങൾക്ക് കുറച്ച് പണം ഉണ്ടാക്കാം. ഓക്കെ, അതൊക്കെ ശ്രമിക്കുക. അങ്ങനെ നിരവധി മാർഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. തീർച്ചയായിട്ടും ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം. ശുക്ര അനുകൂലമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇടവൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ 19, 20 തീയതികളിൽ ഐശ്വര്യമുള്ള ദിവസങ്ങളാണ്. അത് മാത്രമല്ല,
നമുക്ക് കർക്കിടക മാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. കർക്കിടക മാസത്തിലെ ഫലം പറയുകയാണെങ്കിൽ സൂര്യനും ശനിയും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പരിഹാരം, ലളിതമായ പരിഹാരം ഞാൻ പറഞ്ഞു. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.